എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്തെ കല്യാണങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? വലിയൊരു ആഘോഷമാണോ? അതോ ചിലപ്പോൾ തലമുറകളെ തന്നെ കടക്കിണിയിലാക്കുന്ന ഒരു വലിയ ഭാരമാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഖർച്ചിലെ വിവാഹ് സമാജ് പർ ബോജ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഈ ആർഭാട വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പുസ്തകത്തിലെ ഒരു വാക്യം ഇങ്ങനെയാണ്: പുറമേ സൗഹൃദം നടിച്ച് ഉള്ളിൽ പരസ്പരം തകർച്ച ആഗ്രഹിക്കുന്ന ഒരു പ്രഹസനം. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! സത്യം പറഞ്ഞ ഇന്നത്തെ പല കല്യാണങ്ങളുടെയും ഒരു നേർക്കാഴ്ച തന്നെയല്ലേ ഇത്? പുറമേ കാണുന്ന ആ ലൈറ്റും ബഹളവുമൊക്കെ മാറ്റിവെച്ചാൽ അതിനു പിന്നിൽ ഓരോ കുടുംബവും അനുഭവിക്കുന്ന ആ ടെൻഷൻ, ആ സാമ്പത്തിക സമ്മർദ്ദം, അതിനെക്കുറിച്ചാണ് നമ്മളിനി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിഷയം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു 6 ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത്. ആദ്യം ഈ ആഘോഷങ്ങൾ എങ്ങനെ ഒരു ഭാരമാകുന്നു എന്ന് നോക്കും. പിന്നെ അതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകും. അതിനുശേഷം ഈ പൊങ്കച്ചത്തിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണെന്ന് കാണും. പിന്നെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, ലാളിത്യത്തിന്റെ വഴിയെന്താണ്, അവസാനം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രധാന സന്ദേശം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആഘോഷത്തിന്റെ ഭാരം. ശരിക്കും പുണ്യമായി കണക്കാക്കേണ്ട ഒരു ചടങ്ങ് അതെങ്ങനെയാണ് താങ്ങാൻ പറ്റാത്ത ഒരു ഷോയായി മാറുന്നത്? നമുക്ക് നോക്കാം. പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം ഇവിടെയാണ്. അതായത് കല്യാണമെന്ന് പറയുന്നത് 2 പേരൊന്നിക്കുന്ന ഒരു ചടങ്ങ് എന്നതിനേക്കാളുപരി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു മത്സരമായി മാറിയിരിക്കുന്നു. അവരത്രയും ചെയ്തു, അപ്പോൾ നമുക്കതിലും കൂടുതൽ ചെയ്യണം എന്നൊരു ചിന്ത. ഈയൊരു മത്സരബുദ്ധി വരുമ്പോഴേക്കും ആ കല്യാണത്തിന്റെ ശരിക്കുള്ള ആത്മാവ്, ആ പവിത്രതയൊക്കെ എങ്ങോട്ടോ പോകും. ബാക്കിയാവുന്നത് വെറും ഒരു പ്രകടനം മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരൊറ്റ ദിവസത്തിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സ് വാങ്ങുന്നു. അത് പിന്നെ ആ പെട്ടിയിൽ തന്നെ ഇരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ കുറഞ്ഞു പോകാതിരിക്കാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും വലിയ ആഘോഷം നടത്തും. കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുതരം സാമ്പത്തിക മത്സരമാണ് നടക്കുന്നത്. പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം വളരെ ശരിയാണ്. നമ്മുടെ സാരി, മുണ്ട് പോലുള്ള എത്ര സൗകര്യമുള്ള വസ്ത്രങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കി ഒരു ചടങ്ങിനു പോലും ചേരാത്ത, നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് പോലും ഈ പൊങ്ങച്ചം കാണിക്കാനുള്ളൊരു മാർഗമായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഇതിന് ഒരു ഇരുണ്ട ഭൂതകാലം കൂടിയുണ്ട്. നമ്മൾ ഇന്ന് വലിയ ആഘോഷമായി കൊണ്ടാടുന്ന ഈ വിവാഹ ഘോഷയാത്രയില്ലേ, ഈ ബറാത്ത്, അതിന് പിന്നിൽ അത്ര നല്ലതല്ലാത്ത, കുറച്ചു വയലന്റായ ഒരു ചരിത്രമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഇതൊന്ന് നോക്കൂ. ശരിക്കും ഞെട്ടിക്കുന്നൊരു താരതമ്യമാണിത്. ഈ പുസ്തകത്തിൽ പറയുന്നത്, പണ്ടത്തെ ഫ്യൂഡൽ കാലത്ത് നാടുവാഴികൾ വാളും പരിചയമായി ഗ്രാമങ്ങൾ ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും സ്വത്തുമൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോകുമായിരുന്നില്ലേ? അതിന്റെ ഒരു മോഡേൺ വേർഷനാണ് ഇന്നത്തെ ഈ ബാറാത്ത് എന്നാണ്. ശരിയാണ്, ഇന്ന് വാളും പരിചയവുമില്ല. പക്ഷെ പകരം എന്താണ്? സാമ്പത്തികമായ ഒരുതരം ഷോ ഓഫ്, ഒരു അധികാര പ്രകടനം, സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആ സമ്മർദ്ദമൊക്കെ. അതെല്ലാം ആ പഴയകാലത്തെ ആക്രമണത്തിന്റെ പുതിയ രൂപങ്ങൾ തന്നെയല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആ ഫ്യൂഡൽ കാലമൊക്കെ കഴിഞ്ഞുപോയില്ലേ? പിന്നെന്തിനെ ഇപ്പോഴും ഈ കീഴടക്കലിന്റെയും ഭയപ്പെടുത്തലിന്റെയും ഒക്കെ ഒരു സൂചനയുള്ള ആചാരങ്ങൾ നമ്മൾ തുടരണം? ഒരു വിവാഹബന്ധം തുടങ്ങേണ്ടത് സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലുമല്ലേ? അല്ലാതെ ആരാണ് വലുതെന്ന് കാണിക്കുന്ന ഒരു പ്രകടനത്തിലാണോ? ഓക്കെ, അടുത്ത ഭാഗം, വ്യാജപ്രൗഢിയുടെ വില. ഈ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? ഈ ആചാരങ്ങൾ ഓരോ കുടുംബത്തിന്റെയും ജീവിതത്തിലുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഗ്രന്ഥകർത്താവ് ഇതിനെ ഉപമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വളരെ ശക്തമാണ്: പൂതന പിശാചിനി. ഭാഗവതത്തിലെ പൂതനയെ ഓർമ്മയില്ലേ? കാണാൻ അതിസുന്ദരിയായിരുന്നു, പക്ഷെ വന്നത് കൃഷ്ണനെ കൊല്ലാനായിരുന്നു. അതുപോലെയാണ് ഈ ആചാരങ്ങളും. പുറമെ നോക്കുമ്പോൾ വലിയ ആഘോഷമാണ്, സന്തോഷമാണ്. പക്ഷേ ശരിക്കും അതൊരു കുടുംബത്തിന്റെ സമ്പത്തും സമാധാനവും സന്തോഷവുമെല്ലാം കാർന്നതെന്നൊരു പിശാചാണ്. അപ്പോ ഈ പൂതനൊരു വീട്ടിൽ കയറിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കുടുംബത്തിന്റെ സമ്പാദ്യം മുഴുവൻ അത് ഊറ്റിയെടുക്കും. മക്കളുടെ പഠിപ്പിനോ ഭാവിക്കോ വേണ്ടി മാറ്റിവെച്ച പണമെല്ലാം ഒരൊറ്റ ദിവസത്തെ ഷോയ്ക്കു വേണ്ടി തീർന്നുപോകും. സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് മാത്രം എത്രയോ പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങുന്നു, അല്ലെങ്കിൽ ഒട്ടും ചേരാത്ത ബന്ധങ്ങളിലേക്ക് അവരെ തള്ളിവിടുന്നു. അവസാനം പല കുടുംബങ്ങളും കടം കയറി നിരാശയിലും ചിലപ്പോൾ ആത്മഹത്യയിൽ പോലും അഭയം തേടുന്നു. എത്ര ഭീകരമായ അവസ്ഥയാണല്ലേ? അപ്പോ ഈയൊരു ദുരാചാരത്തിന് വളം വെച്ചുകൊടുക്കാൻ വേണ്ടി ഒരു കുടുംബം എന്തൊക്കെയാണ് ത്യജിക്കേണ്ടി വരുന്നത്? ആ വഴികൾ അത്ര സുഖമുള്ളതല്ല. നമുക്ക് നോക്കാം. പുസ്തകത്തിൽ പറയുന്നത്
കുടുംബങ്ങൾ സാധാരണയായി 3 വഴികളാണ് ഇതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 വഴികളും നാശത്തിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ വഴി അഴിമതി കാണിച്ച് പണമുണ്ടാക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ അടിസ്ഥാന തേവകൾ കൂടെ ത്യാഗം ചെയ്ത് കിട്ടുന്ന ഓരോ രൂപയും ഇതിനായി കൂട്ടിവയ്ക്കുക. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തെ വഴി ഉള്ള വീടും പറമ്പുമൊക്കെ വിറ്റ് കടം വാങ്ങി പിന്നെ ജീവിതകാലം മുഴുവൻ തലകുനിച്ച് ജീവിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് 4ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ സമ്മർദ്ദത്തിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തുവരാം? ഇതിനൊരു പരിഹാരം വേണ്ടേ? അപ്പോ ആളുകൾക്ക് ഇതൊക്കെ തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് അവരിതിൽ നിന്ന് മാറാൻ മടിക്കുന്നത്? അതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ യഥാർത്ഥ വില്ലനാരെന്നറിയാമോ? ആ ഒറ്റ ചോദ്യമാണ്, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന പേടി. കല്യാണം കുറച്ചൊന്ന് ലളിതമാക്കിയാല് അയ്യോ അവര് പിഷ്കന്മാരാണെന്ന് പറയോ, അവർക്ക് പൈസയില്ലെന്ന് വിചാരിക്കുവോ? ഈ ഒരു പേടിയാണ്, ഈ ഒരു തെറ്റിദ്ധാരണയാണ് മിക്കവാറും എല്ലാവരെയും ഈ കെണിയിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? സത്യത്തില് മിക്കവാറും എല്ലാവർക്കും ഈ ആർഭാടങ്ങളൊക്കെ ഒരു ഭാരമായി തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൽ നിന്നൊരു മാറ്റം വേണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും വിചാരിക്കുന്നത് ഈ ചിന്ത എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് തെറ്റിദ്ധരിച്ച് പേടിച്ചിരിക്കുകയാണ്. ഈ ഒരു കൂട്ടായ ഭയമാണ് മാറ്റം വരാത്തതിന്റെ പ്രധാന കാരണം. ഇതിനെ പുസ്തകത്തില് ഉപമിക്കുന്നത് പഴുത്തു നിൽക്കുന്ന ഒരു മുറിവിനോടാണ്. ആലോചിച്ചു നോക്കൂ, ആ മുറിവ് ഉണങ്ങാൻ വലിയ വിപ്ലവമൊന്നും വേണ്ട. ധൈര്യമുള്ള ഒരൊറ്റയാള് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാ മതി. ആ ഒരാൾക്ക് പിന്നാലെ വരാൻ ഒരുപാട് പേരുണ്ടാകും. കാരണം എല്ലാവരും ഈ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ചുവടുവെപ്പ് മതി ഈ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ. ഇനി 5ാമത്തെ ഭാഗം, ലാളിത്യത്തിന്റെ സൗന്ദര്യം. മതി, നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? ഗ്രന്ഥകർത്താവ് പറയുന്ന വളരെ പ്രാക്ടിക്കലായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു കല്യാണത്തിന്റെ ആ ശരിക്കുള്ള ഭംഗി നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റാം? പരിഹാരം കേട്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും, അത്ര ലളിതമാണ്. 1. ഈ വലിയ ബഹളവും ഘോഷയാത്രയുമൊക്കെ അങ്ങ് നിർത്തുക. 2. 100 കണക്കിന് ആളുകളെ വിളിച്ച് ബുദ്ധിമുട്ടുന്നതിനു പകരം ഏറ്റവും അടുത്ത കുറച്ചുപേരെ മാത്രം ക്ഷണിക്കുക. ഇരുഭാഗത്തു നിന്നും ഒരു 10 പേർ വീതം ധാരാളം. 3. ലളിതമായ നമ്മുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുക. 4. ചടങ്ങുകളുടെ പവിത്രതയിൽ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ലാഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയില്ലേ, അതെടുത്ത് ആ പുതിയ ദമ്പതികളുടെ ഭാവിക്ക് വേണ്ടി കൊടുക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ദിവസത്തെ ഷോയാണോ വലുത്, അതോ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സന്തോഷമാണോ? അപ്പോ ശരിക്കും മാറ്റം വരേണ്ടത് നമ്മുടെ ചിന്താഗതിയിലാണ്. മറ്റുള്ളവരെ കാണിക്കാനുള്ള ഈ കപട അഭിമാനത്തിന് പകരം ആ കല്യാണം കഴിക്കുന്ന കുട്ടികളുടെ നല്ല ഭാവിക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു ദിവസത്തെ ധൂർത്തിന് പകരം അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വില കൽപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഒരു ദിവസത്തെ പൊള്ളയായ ഷോയ്ക്ക് പകരം ഒരു ജീവിതകാലത്തെ സന്തോഷം തിരഞ്ഞെടുക്കുക. അതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തി. ഒരവസാന വാക്ക്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം കാതൽ എന്താണ്? എന്താണിതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സന്ദേശം? ഇതാണ് ഈ പുസ്തകത്തിന്റെയും നമ്മൾ ഇന്നിവിടെ സംസാരിച്ചതിന്റെയും ആകെ തുക. യഥാർത്ഥ അഭിമാനമെന്ന് പറയുന്നത് ഒരു ദിവസത്തെ ആർഭാട പ്രകടനത്തിലല്ല, മറിച്ച് കടങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ബുദ്ധിയോടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലാണ്. എപ്പോഴും ഓർക്കുക, ആർഭാടം ഒരു ഭാരമാണ്, പക്ഷെ ലാളിത്യം ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നതാണ് യഥാർത്ഥ വിജയം.